ചേച്ചി, എനിക്കാകെ പേടിയാവുക. അച്ഛൻ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നേ? അറിഞ്ഞു കഴിയുമ്പോ ബലരാമൻ ഞങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നേ? ടെൻഷൻ വേണ്ട ദേവിക. അച്ഛനറിയാം എങ്ങനെയാ ബലരാമൻ അങ്കിളിനോട് ഇടപെടേണ്ടതെന്ന്. പക്ഷേ ബലരാമൻ അങ്കിൾ ചിലപ്പോ... ദേവി, ഒന്നുമില്ല. ഇന്നത്തോടെ എന്റെ മീരയുടെ ചാപ്റ്റർ അവസാനിക്കും. താൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ബലരാമനും സിദ്ധുവും തമ്മിൽ കണ്ടു കഴിയുമ്പോ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള ചർച്ചയായിരിക്കുമല്ലേ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവര് കോഫി കുടിച്ച് രാഷ്ട്രീയം പറഞ്ഞ് കൈ കൊടുത്ത് പിരിയും. അതിലപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിനപ്പുറം ഒന്നും നടക്കണ്ട. നടത്തേണ്ടതൊക്കെ ഞങ്ങൾ നടത്തി കഴിഞ്ഞല്ലോ. ഈ താലികെട്ട് അതെന്നെ നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഈ കാര്യത്തിൽ അതിനപ്പുറം ഒന്നും സംഭവിക്കണ്ട. അച്ഛനും ബലരാമനങ്ങളും കൂടി രാഷ്ട്രീയം സംസാരിച്ച് പിരിഞ്ഞോട്ടെ. എന്താ, ബലരാമൻ ഇവളെ നിന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ച് കൈയും വീശി അങ്ങ് പോവുന്നാണോ? കൈ വീശി പോണോ വീശാതെ പോണോന്നൊക്കെ അങ്കിള് തീരുമാനിച്ചോട്ടെ. പോകുമ്പോ മീരെ കൂടി കൂട്ടിക്കൊണ്ടുപോകാൻ മറക്കണ്ടെന്ന് അമ്മ പ്രത്യേകം ഒന്ന് പറഞ്ഞേക്കണം. അല്ല, മീരയ്ക്ക് പ്രായം കഴിഞ്ഞു പോവല്ലേ? എത്രയും പെട്ടെന്ന് യോജിച്ച ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറയണം. നീ എന്താടാ എന്നെ കളിയാക്കുവാ? ആ, അത് ശരി. ഇപ്പൊ വാദി പ്രതിയായോ? ഒരു കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന എന്നോട് വേറൊരു കല്യാണം കഴിക്കാൻ പറയുന്നതല്ലേ കളിയാക്കല്? ഏതാടാ നിന്റെ കുടുംബം? ഇവളാണോ നിന്റെ കുടുംബക്കാരി? ബലരാമൻ കാര്യങ്ങളെല്ലാം അറിയുന്ന ആ നിമിഷം ഇവളെ ഇവിടുന്ന് തൂക്കിയെടുത്ത് പുറത്തെറിയും. തൂക്കിയെറിയാൻ വരുമ്പോ ബന്ധുക്കളോടും പരിചയക്കാരോടും യാത്ര കൂടി പറഞ്ഞിട്ട് വരാൻ പറയണം. ദേവിയുടെ ദേഹത്ത് തൊട്ടാ പിന്നെ അങ്കിളിന് പിന്നെ ഇവിടുന്ന് ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. എന്താടാ പറഞ്ഞു നീ? അമ്മേ, ദേ, എന്തിനാവശ്യമില്ലാത്തൊരു തർക്കം? കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് മിക്കവാറും ഒരു തീരുമാനം ഉണ്ടാവും. അച്ഛൻ ബലരാമൻ അങ്കിളിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചോ ഇല്ലയോന്നൊക്കെ അച്ഛൻ വരുമ്പോ അറിയാലോ. അതിന് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. നീയും മീരയും തമ്മിലുള്ള വിവാഹത്തിന് തീയതിയും കുറിച്ചിട്ടായിരിക്കും സിദ്ധു തിരിച്ചു വരുന്നത്. നോക്ക്, ഇവരുടെ ഉറപ്പും കേട്ടിട്ട് നീ വെറുതെ പ്രതീക്ഷയും വെച്ച് നിൽക്കണ്ട. ഒരു ജീവിതമേ ഉള്ളൂ, അത് പാഴാക്കി കളയരുത്. എന്റെ ജീവിതം പാഴായി പോവാതെ നോക്കാനേ എനിക്ക് എന്റെ ഭർത്താവുണ്ട് ആന്റി. നന്ദു മീരയും തമ്മിൽ കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ ചില സമയത്ത് പെട്ടെന്ന് പേടി തോന്നും. പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോ എനിക്ക് താനെ തിരിച്ചറിവ് വരും. എനിക്ക് ഉറപ്പുണ്ട് ആന്റി, 1000 ബലരാമൻ അങ്കിൾമാര് വന്നാലും ഞങ്ങളുടെ ബന്ധത്തിൽ തൊടാൻ പോലും പറ്റില്ല. നന്ദു എനിക്കും ഞാൻ നന്ദുവിനും എന്ന് എന്നേ തീരുമാനിച്ചു കഴിഞ്ഞതാ. എടി പെണ്ണേ, ഇതൊക്കെ വല്ല സാഹിത്യത്തിലോ കഥയിലോ ഒക്കെ പറയാൻ കൊള്ളാം. ജീവിതമെന്ന് പറയുന്നതേ വേറെയാ. അതൊക്കെ മനസ്സിലാക്കി ജീവിച്ചാൽ ജീവിതത്തില് വിജയിക്കാൻ പറ്റും. രജനി പറഞ്ഞതുപോലെ കുറച്ച് സമയം കഴിയുമ്പോ നമുക്കറിയാം ചർച്ചയുടെ റിസൾട്ട്. നീ അതുവരെ സ്വപ്നവും പ്രതീക്ഷയുമായിട്ടൊക്കെ നടന്നു. എനിക്കിപ്പോ നിന്നോട് ദേഷ്യമല്ല, സഹതാബോധം ഒന്ന്. ജീവിതം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിഡ്ഢി. വേണ്ട, മതി, അടങ്ങ്. പറഞ്ഞില്ലേ, വെറുതെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സമയം കളയുന്നേ? അച്ഛൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടാവും. അച്ഛൻ വരട്ടെ,
എല്ലാം അറിഞ്ഞ ശേഷം മതി ഇനി ഒരു സംസാരം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.